Hi students. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് MCQs നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് പെയർ ഓഫ് ലിക്വിഡ്സ് ഫോം എ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ട് എഥനോൾ ആൻഡ് വാട്ടർ ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ റോൾസ് ലോ ഉണ്ടല്ലോ, റോൾസ് ലോ വെച്ചിട്ട് നമുക്കറിയാം എഥനോൾ ആൻഡ് വാട്ടർ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ അല്ലേ. അതുകൊണ്ടിട്ട് തന്നെ ഇവരുടെ വേപ്പർ പ്രഷർ എന്താണ്, കൂടിക്കൊണ്ടിരിക്കും. അപ്പം ബോയിലിംഗ് പോയിന്റ് കുറയും. അതുകൊണ്ടിട്ടാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഇതിന് ഫോം ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, ദ ഫിനോമിന ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് ഇസ് യൂസ്ഡ് ഇൻ. ആൻസർ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ ആണ്. ഇപ്പൊ എന്താന്ന് ചോദിച്ചാല് റിവേഴ്സ് ഓസ്മോസിസിലുണ്ടല്ലോ, ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും എന്താണ് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് വാട്ടർ എന്ത് ചെയ്യും, മെംബ്രെയിൻ വഴി എന്താണ് കടത്തി വിടുന്നുണ്ട്. അപ്പൊ എന്താണ്, സോൾട്ട് പാർട്ടിക്കിൾസ് മെംബ്രെയിൻ വഴി കടന്നു പോകത്തില്ല. അതുകൊണ്ട് സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് ഫിനോമിന ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് യൂസ്ഡ് ഇൻ ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ സൊല്യൂഷൻ ദാറ്റ് ഒബീസ് റോൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ഈസ്. നമ്മുടെ ആൻസർ വന്നിട്ട് ഐഡിയൽ സൊല്യൂഷൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഐഡിയൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ റോൾസ് ലോയുടെ എല്ലാ കോൺസെൻട്രേഷൻസിനും ഫോളോ ചെയ്യുന്നുണ്ട്. ഏതാണ്, എ കോൺസെൻട്രേഷൻ, ബി കോൺസെൻട്രേഷൻ, ബി കോൺസെൻട്രേഷൻ. ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം എന്താണ്, സെയിം ആണ്. അവിടെ ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആണ്. മീൻസ് എൻതാൽപ്പിയുടെ ചേഞ്ചും 0 ആണ്. അവിടെ വോളിയത്തിന്റെ ചേഞ്ചും എന്താണ്, 0 ആണ്. അപ്പൊ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അവിടെ ആ ക്വസ്റ്റ്യൻ നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ എന്നുള്ളത്. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എൻതാൽപ്പി ചേഞ്ചും വോളിയത്തിന്റെ ചേഞ്ചും എന്താണ്, 0 ആണ്. എന്തുകൊണ്ടിട്ടാണ്, ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യത്തുമില്ല, എന്താണ് റിലീസ് ചെയ്യത്തുമില്ല. സോ അതുകൊണ്ടിട്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഫോർ ഇക്വിമോളാർ സൊല്യൂഷൻസ് ഓഫ് യൂറിയ, സോഡിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ക്ലോറൈഡ് അറ്റ് സെയിം ടെമ്പറേച്ചർ. നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ബി ആണ്. അതെന്താണെന്ന് റീസൺ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ വന്നിട്ട് പൈ ഈക്വൽ ടു ICRT എന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം സി എന്ന് വെക്കുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. അതേപോലെ നമ്മുടെ ആർ എന്ന് വെക്കുന്നത് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ടി എന്ന് വെക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ. ഐ എന്ന് വെക്കുന്നത് വാൻ ഹോഫ് ഫാക്ടർ. അപ്പം ഇത് ഇത്രയും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടിട്ടാണ് അപ്പം മീൻസ് എല്ലാ എലമെന്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്, വാൻ ഹോഫ് ഫാക്ടർ വെച്ചിട്ടാണ്. ഇവിടെ യൂറിയയുടെ കേസിൽ വരുമ്പോൾ അവിടെ ഡിസോസിയേഷൻ ഇല്ല, അതുകൊണ്ട് ഐ ഈക്വൽ ടു 1 ആണ്. ഇപ്പം സോഡിയം ക്ലോറൈഡിന്റെ കേസ് വരുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് 2 ആണ്, അപ്പൊ ഐ ഈക്വൽ ടു 2. ബേരിയം ക്ലോറൈഡിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ